അഭിഭാഷകൻ കൂടി പ്രശ്നത്തിലാകരുത്, ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി മുടന്തൻ ന്യായങ്ങൾ നിരത്തി പ്രശ്നത്തിലാകരുതെന്ന് ഹൈക്കോടതി സൂചിപ്പിക്കുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ജയിലിന് പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂർ വന്നത് എന്ന് കോടതി പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ കോടതി കണ്ടിരിക്കുന്നു, പുറത്ത് നടത്തിയ പ്രതികരണങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സജീഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. സജീഷ്, ഇപ്പോൾ കോടതി വീണ്ടും കടുപ്പിക്കുമ്പോൾ ബോബി യുദ്ധപ്രഖ്യാപനം കോടതിക്കെതിരെ നടത്തിയെന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിക്കാൻ ഇനി അഭിഭാഷകർ വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അസാധാരണമായ പ്രതികരണമാണ് കോടതിയിൽ നിന്ന് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ജയിലിനുള്ളിൽ നടത്തിയ നാടകം ഹൈക്കോടതി അത്രമേൽ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിശിതമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ വിവരം, ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചു എന്നാണ്. പക്ഷേ നിശിത വിമർശനം ഇപ്പോഴും കോടതി തുടർന്നിട്ടുണ്ട്. യുദ്ധപ്രഖ്യാപനമാണ് ഹൈക്കോടതിക്കെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ജയിലിന് പുറത്തേക്ക് വന്നത്, അഭിഭാഷകർ കൂടി പ്രശ്നത്തിലാകരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ജയിലിന് ഉള്ളിലും അതിനുശേഷം ഇന്ന് ജയിൽ മോചിതനായ ശേഷവും നടത്തിയ എല്ലാ പ്രകടനങ്ങളും ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കൂടി കണ്ട ശേഷമാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ നിശിതമായ വിമർശനം നടത്തിയത്. ഏതായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സ്മൃതി, ശരി, മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തുടർ നടപടി ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും നൽകിയ മാപ്പപേക്ഷ തൽക്കാലം ഹൈക്കോടതി കടുത്ത വാക്കുകളുടെ പ്രയോഗത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ബോബി യുദ്ധം പ്രഖ്യാപിച്ചു എന്നടക്കമുള്ള പരാമർശങ്ങൾ. ശ്യാം ദേവരാജ്, ഇപ്പോൾ താൽക്കാലികമായി ബോബി ചെമ്മണ്ണൂരിനെ ആശ്വസിക്കാം, മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചന നൽകിയിട്ടല്ലേ കോടതി ഈ കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. കടുത്ത മുന്നറിയിപ്പ് നൽകിയാണ് ഹൈക്കോടതി ഈ തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. നിരുപാധികമാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകിയത്. സംഭവിച്ചതിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് എന്ന കാര്യം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ഇന്ന് സീനിയർ അഭിഭാഷകൻ ഹാജരായല്ല. 1:45 അല്പസമയം മുമ്പ് ഇത് ഹർജി പരിഗണിക്കുമ്പോൾ വിശദീകരണം നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സീനിയർ അഭിഭാഷകനെ എൻഗേജ് ചെയ്യിച്ചിരുന്ന വക്കാലത്തുള്ള അഭിഭാഷകനാണ് ഹാജരായതും വിശദീകരണം നൽകിയതും. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന കാര്യവും കൂടി ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിശദീകരിച്ചു. ഇന്നലെ സാങ്കേതികമായ കാരണങ്ങളാലാണ് ഉത്തരവ് ജയിലിൽ എത്തിക്കാതിരുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് സമയത്ത് എത്താനാകാതിരുന്നതെന്നും ഹൈക്കോടതിയിൽ അഭിഭാഷകൻ വിശദീകരണം നൽകി. നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത്. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടി എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോടതി